കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. അവിടെ നല്ലവനല്ലോ, അവിടുത്തെ എന്നേക്കുമുള്ളെന്ന് പറയാൻ ഇന്ന് പ്രഭാതത്തിലും കർത്താവ് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. അറിയുന്ന ദൈവം, നിവർത്തുന്ന ദൈവം, ഉദ്ധരിക്കുന്ന ദൈവം, പണിയുന്ന ദൈവം, ശക്തീകരിക്കുന്ന ദൈവം എല്ലാ കാലത്തും നമ്മോട് കൂടെയുണ്ട്. അവിടുന്നൊഴികെ നമ്മുടെ ജീവിതത്തിൽ ഒരു പാറയും ഇല്ല. നമ്മുടെ വഴികളുടെ കുറവ് തീർക്കുന്ന, ശക്തി കൊണ്ട് അരമുറുക്കുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ശോധനകളും വേദനകളും സങ്കടങ്ങളും കഷ്ടങ്ങളും ദൈവം അറിയാതെയല്ല വരുന്നത്. അതിൻ്റെ അപ്പുറത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ തയ്യാറാകുമെങ്കിൽ സകലത്തെയും ജയിക്കുന്ന ഒരു ആത്മീക അധികാരം നമ്മുടെ മേൽ സ്വർഗം വെളിപ്പെടുത്തി ആദരിക്കും. ആശയറ്റ വിഷയങ്ങൾ, പ്രതീക്ഷ നഷ്ടപ്പെട്ടത്, പ്രത്യാശയ്ക്ക് പകതിയും പറയുക, ഇസ്രായേലേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറക്കും. അടയ്ക്കപ്പെട്ടത് തുറന്ന്, നാറ്റം വെച്ച വിഷയം തുറന്ന്. നമുക്കറിയാം, മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ചു, കല്ല് വെച്ചു എന്ന് ചർച്ചക്കാരും സഹോദരങ്ങളും പറഞ്ഞ ലാസറിൻ്റെ വിഷയം യേശു 4-ാം ദിവസം നാറ്റം വെച്ചു, പ്രതീക്ഷ അസ്തമിച്ചു എന്ന് എല്ലാവരും പറഞ്ഞ് കൈവിട്ട ആ വിഷയത്തെ ഒറ്റ സെക്കൻഡ് കർത്താവ് എടുത്തുള്ളൂ. ലാസറെ പുറത്ത് വരികയെന്നുള്ള ആ ഗംഭീര ധ്വനി കേട്ടപ്പോൾ നാറ്റം വെച്ചെന്ന് പറഞ്ഞ ലാസർ പുറത്ത് വന്നത് ജീവനോടെ ഫ്രഷായി. തൂത് കൈമാറുന്നു. അവിടുന്ന് വിളി, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്നു. ഞാൻ നിങ്ങളെ പുറത്ത് കൊണ്ടുവരുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങളെ ഞാൻ സ്വദേശത്തേക്ക് കൊണ്ടുപോകും. യാത്ര ചെയ്യാൻ കഴിയാതെ വണ്ണം, ജീവൻ നഷ്ടപ്പെടുത്തിയതുപോലെ ചലിക്കാതെ വണ്ണം തൻ്റെ ജനത്തെ തകർത്ത് കളയുന്ന ആത്മീയത, അതിൻ്റെ പോരാട്ട വീര്യം ഒക്കെ ചോർത്തിക്കളയുന്ന, ധൈര്യത്തെ ഇല്ലാതാക്കുന്ന, ബലം ക്ഷയിപ്പിക്കുന്ന, ചൈതന്യം നഷ്ടപ്പെടുത്തുന്ന സകല ശക്തിയുടെ മേലും സ്വർഗം ഇന്ന് പകൽ ഒരു ജയം കൽപ്പിക്കാൻ പോകുകയാണ്. ശക്തമായി വിളിച്ചു പറഞ്ഞ ഞങ്ങൾ ആത്മാവിൽ എഴുന്നേറ്റ് നടക്കാൻ പോകുകയാണ്. ഞങ്ങൾ ദൈവകൃപ കാണാൻ പോകുകയാണ്. ഒരു ശക്തിക്കും ഞങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ നടക്കാൻ പോകുകയാണ് എന്ന് പറയാൻ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ജീവൻ നൽകും. അവിടുന്ന് ജീവൻ തരും മാത്രമല്ല, സമൃദ്ധിയായ ജീവൻ തരും. അറക്കുവാനും മുടിപ്പാനും മോഷ്ടിപ്പാനും പിശാച് വന്നെങ്കിൽ ജീവൻ തരാൻ, സമൃദ്ധിയായ ജീവൻ തരാൻ എൻ്റെ കർത്താവ് വന്നിരിക്കയാൽ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാം. ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യുമെന്നും ഈ ദൈവം ഞങ്ങളുടെ പരിചയമാണ്, പറയാണ്. ഏത് നേരത്തും അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തിയെല്ലാൻ കർത്താവ് നമ്മളെല്ലാം ഇടയാക്കട്ടെ എന്ന് ആഴമായി ഞാനും പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടരുത്, ക്ഷണിക്കരുത്, തളർന്നു പോകരുത്. ധൈര്യത്തോടെ പറയണം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഏത് സാഹചര്യത്തിലും അത് പറയണം. വിശ്വാസത്താൽ, വിശ്വാസത്താൽ, വിശ്വാസത്താൽ നിങ്ങൾ നടക്കാൻ പോയ കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ. കാണുന്നതോ താൽക്കാലികം. കാണാത്ത ഒരു നാടുണ്ട്, അത് നിത്യമാണ്.
അതിനായി നമുക്ക് നോക്കി പാർക്കാം. അവിടുത്തെ വരവ് വാതിക്കലായിരിക്കുന്നു എന്ന സംഭവങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ അവിടുത്തെ വരവിനായി നമുക്കൊരുങ്ങാം. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. മർക്കോസ് സുവിശേഷം 16-ാം 8-ാമത്തെ വാക്യം. അവർക്ക് വിറയലും ഭ്രമവും പിടിച്ച് അവർ കല്ലറ വിട്ട് ഓടിപ്പോയി. അവർ ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞില്ല. ഈ സംഭവം നമുക്കെല്ലാം വ്യക്തമായി അറിയാം. ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരി മറിയയും യാക്കോബിന്റെ അമ്മ മറിയ ശലോമ യേശുവിനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഇരുട്ടുള്ളപ്പോൾ കല്ലറയ്ക്കൽ ചെല്ലുക. വളരെ ബന്ധപ്പെട്ടാണ് ആ കല്ലറയിലേക്ക് അവർ പോകുന്നത്. ഇന്നേക്ക് 2024 പരം വർഷങ്ങൾക്ക് മുമ്പ് നോക്കൂ, ആ സെമിത്തേരിയിലേക്ക് പോകണമെങ്കിൽ കാടുകളുടെ അകത്തൂടെ പോകണം. റോഡുകളൊന്നുമില്ല, നല്ല റോഡുകൾ. അതും സഹോദരിമാരാണ്. ഇരുട്ടുണ്ട്, കാവൽ നിരയുണ്ട്, സെമിത്തേരിയാണ്, സഹായിപ്പാൻ മറ്റാരുമില്ല. പക്ഷേ ഇവരുടെ അകത്ത് വന്ന ആത്മധൈര്യം ഇരുട്ടിനെ ഭേദിക്കുന്നതായിരുന്നു. ഇവരുടെ അകത്ത് വന്ന ആകാംക്ഷ, എനിക്കവിടേക്ക് ചെല്ലണം, കാണണം എന്നുള്ള ചിന്ത സകല ഭയത്തെയും കീഴ്പ്പെടുത്തുന്നതായിരുന്നു. ഭയത്തിന് ഇവരെ പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞില്ല, ഇരുട്ടിന് പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞില്ല. ഈ പകൽ ഞാൻ ദൂത് വിളിച്ചു പറയുന്നു, ഭയത്തിനോ ഇരുട്ടിനോ ഒരാത്മികനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അവൻ നടക്കേണ്ടിടത്തേക്ക് നടക്കും, എത്തേണ്ടിടത്തെത്തും. സെക്യൂരിറ്റിക്കോ അധികാരങ്ങൾക്കോ രാജ്യങ്ങൾക്കോ അഭിഷേകമുള്ളവനെ പിടിച്ചൊതുക്കാൻ കഴിയത്തില്ലെന്ന് ദൈവാത്മാവിൽ സന്ദേശം തുടക്കത്തിൽ ഞാൻ കൈമാറുന്നു. ഇവർ അവിടേക്ക് ചെല്ലുകയാണ്. നമുക്കറിയാം ചരിത്രം. അപ്പോൾ തന്നെ വലിയ കല്ലുണ്ട്. ഇവരുടെ ചോദ്യം, ആര് ഉരുട്ടിക്കളയും? ഇത് ഏറ്റവും വലുതാണ്. പക്ഷേ ഇവർ നോക്കിയാറ് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ട് ഈ ചരിത്രമൊക്കെ നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. എന്നാൽ ഇവർ ചെന്നപ്പോൾ ഒരു ബാല്യക്കാരൻ, നോക്കൂ, വെള്ള നീലയങ്കി ധരിച്ച് വലത്തു ഭാഗത്ത് ഇരിക്കുന്നത് കണ്ടു. ഇവർ ഭ്രമിച്ചു. അവൻ അവരോട്, നിങ്ങൾ ഭ്രമിക്കണ്ട. ഭ്രമിക്കുന്നവരോട്, സംശയിക്കുന്നവരോട്, അവിശ്വസിക്കുന്നവരോട്, ധൈര്യം ചോർന്നു പോയവരോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ഭ്രമിക്കണ്ട. നിങ്ങൾ ഓടിയത്, നടന്നത്, പ്രാർത്ഥിച്ചത്, വാഗ്ദത്തത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തത്, അതിനുവേണ്ടി സ്റ്റെപ്പുകൾ എടുത്തത് വെറുതെ ആകത്തില്ല, നിഷ്ഫലമാകത്തില്ല. അവൻ അവിടെയില്ല. ക്രൂശിക്കപ്പെട്ട കർത്താവ് അതിനകത്തില്ല കേട്ടോ. സകല സംവിധാനങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട്, റോമാ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ മുദ്രയെ തകർത്തുകൊണ്ട്, അധികാരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, ഹേ മരണമേ, പാതാളമേ, നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് അതിനെയെല്ലാം പൊട്ടിച്ച് പുറത്തു വന്നു എന്നാണ് ദൂതൻ പറഞ്ഞത്. സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, മഗ്ദലക്കാരത്തി മറിയോട് പറയുകയാണ്, അവനെ വെച്ച സ്ഥലം ഇതാ, നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾ പറവീൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവനെ നിങ്ങൾ അവിടെ കാണും എന്ന് പറഞ്ഞു. ഈ വാർത്ത കേട്ടപ്പോൾ അവർക്ക് വിറയലും ഭ്രമവും പിടിച്ചു. അസാധാരണമായൊരു ദൈവപ്രവൃത്തി. ഇരുട്ടുണ്ട്, കല്ലുണ്ട്, കല്ലറയുണ്ട്, കാവലുണ്ട്. അതിൻ്റെ നടുവിലും വാഗ്ദത്തം കാണാൻ പ്രതിസന്ധികളെ വകവെക്കാതെ, പ്രതികൂലങ്ങളെ വകവെക്കാതെ മുൻപോട്ട് പോകുന്നവർക്ക് വേണ്ടി സ്വർഗം ഈ പകൽ ഒരരുളപ്പാട്. നിങ്ങളുടെ വാഗ്ദത്തം എഴുന്നേറ്റിരിക്കുന്നു, നിങ്ങളുടെ വാഗ്ദത്തം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, നിങ്ങളുടെ വാഗ്ദത്തം പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ശബ്ദം. ഇവർക്ക് വിറയൽ പിടിച്ചു, ഭ്രമം പിടിച്ചു. ഇവർ കല്ലറ വിട്ട് ഓടിപ്പോയി. അതാണ് നമ്മുടെ ചിന്ത. കല്ലറയിലേക്ക് വന്നവൻ കല്ലറ വിട്ട് ഓടുകയാണ്. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾ വിചാരിക്കും കറങ്ങി നടക്കുവാണ്. അല്ല,
കറങ്ങി നടക്കാനല്ല ദൈവം വിളിച്ചത്. വാഗ്ദത്തമുള്ളവൻ കല്ലറയിൽ കറങ്ങി നടക്കത്തില്ല. അവൻ്റെ വാഗ്ദത്തം ഉയർത്തെഴുന്നേറ്റു. അവൻ കല്ലറ വിട്ടോടിപ്പോയി. ഈ പകൽ കല്ലറ വിടാൻ പോകുക. ഭയം വിടാൻ പോകുക. ശത്രുവിൻ്റെ വെല്ലുവിളികൾ വിടാൻ പോകുക. അന്യായ ശക്തികൾ നിങ്ങളെ വിടാൻ പോകുക. പിടിച്ചു വച്ച ചില മണ്ഡലങ്ങൾ ഈ പകൽ വിടാൻ പോകുക. ഒരോട്ടം, പ്രൈസ് ഗോഡ്, സന്തോഷത്തോടും അതിശയത്തോടുമുള്ള ഒരോട്ടം. ഞാൻ പറഞ്ഞല്ലോ, പോയത് ഒത്തിരി സ്ട്രെയിൻ എടുത്ത, പോയത് ഒത്തിരി ബുദ്ധിമുട്ടിയ, ഒത്തിരി വെല്ലുവിളികൾ നേരിട്ട അവർ പോയത്. പക്ഷേ ഓടിപ്പോയത് അകത്ത് സന്തോഷം, വിസ്മയം, ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരാത്മിക അധികാരം ഇവരുടെ മേൽ കൈമാറുക. കാരണം ദൂതം പറഞ്ഞു, നിങ്ങൾ ധൈര്യത്തോടെ പോകാനാണ് പറഞ്ഞത്. ഇവരോടി. പക്ഷെ അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവരുടെ അകത്ത് അതുപോലെ സങ്കടങ്ങൾ, വേദനകൾ. കാരണം ഇത് യാഥാർത്ഥ്യമായോ എന്ന് അകത്തളം വിങ്ങുകയാണ്. പ്രിയരെ, അതുപോലെ ചില വിടുതലുകൾ, കല്ലറകൾ വിട്ടോടാൻ പോകുകയാണ്. പിടിച്ചൊതുക്കുന്ന ചില കല്ലറകൾ, കാണിക്കത്തില്ലെന്ന് പറഞ്ഞ മൂടപ്പെട്ട ചില കല്ലറകൾ, ധൈര്യത്തെ ചോർത്തുന്ന ചില വെല്ലുവിളികൾ, ഇതിനെല്ലാം ഇന്ന് പകൽ എൻ്റെ ജനം വിട്ടോടാൻ പോകുകയാണ്. യെസ്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടണമെന്ന് പറഞ്ഞ പോലെ ലോകത്തിൻ്റെ സകല ശക്തികളെ വിട്ട് ആത്മാവിൽ ഓടാൻ പോകുക, ആത്മാവിൽ സഞ്ചരിക്കാൻ പോകുക. നല്ല ചില ന്യൂസുകൾ കൈമാറാൻ നിങ്ങൾ ഓടാൻ പോകുക. യെസ്, നിങ്ങൾ കാണാൻ പോകുകയാണ്. കണ്ടത് പറയത്തക്ക രീതിയിൽ, യെസ്, അനുഭവിച്ചത് പറയത്തക്ക രീതിയിൽ ഒരോട്ടത്തിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ നയിക്കുന്നു. എല്ലാവരും ഒരു നിമിഷം കണ്ണുകളടച്ചിട്ട് പ്രാർത്ഥിക്കാമോ? ദൈവമേ, ആ സാന്നിധ്യം ഇന്ന് പകൽ ഞങ്ങൾക്കൊന്ന് അനുഭവിക്കണം. നഷ്ടപ്പെട്ടത്, മൂടപ്പെട്ടത്, സീലുവെച്ചത്, അടയ്ക്കപ്പെട്ടത് ഈ പകൽ തുറക്കുകയാണ്. എന്നാൽ ചില സീലുകളും മുദ്രകളും അധികാരത്തിൻ്റെ ശക്തികളും അത് നിങ്ങളെ വിട്ടോടാൻ പോകുകയാണ്. ചില വെല്ലുവിളികൾ നിങ്ങളെ വിട്ടോടാൻ പോകുക. നിങ്ങൾ അതിനോട് ഗുഡ് ബൈ പറഞ്ഞോടാൻ പോകുക. മുൻപോട്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ മാത്രം ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് നിങ്ങൾ ഓടാൻ തയ്യാറാകൂ. സകല ശക്തികളും നിങ്ങളുടെ പിന്നിലാണ്. അതിനെയൊക്കെ ജയിച്ച് മുൻപോട്ട് പോകുന്ന, ഓടുന്ന, വാഗ്ദത്തം കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു തലം ഇന്ന് പകൽ വെളിപ്പെടുകയാണ്. സർവശക്തിയുള്ള ദൈവമേ, ഇന്ന് പകൽ അവിടുത്തെ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. കൃപ വ്യാപരിക്കണം. ആത്മാവരോട് ഇടപെട്ടതിനായി സ്തോത്രം. ഭയത്തെ വിട്ട്, വേദനകളെ വിട്ട്, സങ്കടങ്ങളെ വിട്ട്, നിങ്ങളെ അലട്ടുന്ന, പിടിച്ചു നിർത്തുന്ന ചില കല്ലുകൾ, അതിനെ വിട്ട് ഞങ്ങൾ ഓടുന്നു. ദൈവമഹത്വം ഇന്ന് പകൽ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. അവിടുത്തെ ജനം സ്വതന്ത്രരായിരിക്കാൻ സ്തോത്രം. പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, കല്ലറ വിട്ട് ഓടിയതുപോലെ ഇന്ന് പകൽ ഇരുളിൻ്റെ വ്യാപാരങ്ങളെ വിട്ട്, വാഗ്ദത്തങ്ങളെ പിടിച്ചു വെക്കുന്ന ശക്തികളെ വിട്ട് നമ്മൾ ഓടാൻ പോവുകയാണ്. നമ്മൾ വാഗ്ദത്തം കണ്ട് വിശ്വാസത്തോടെ മുമ്പോട്ട് ഓടുന്നു, ആത്മാവിൽ ഓടുന്നു. ഈ വചനങ്ങളെല്ലാം സഹായിക്കട്ടെ. ക്രിസ്തേശു നിങ്ങളുടെ സർവ്വതിൻ പ്രസ്മിച്ചുമാണ്.